ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ആയ ഒരു DIY ഫേസ് മാസ്ക് യൂസിങ് റോസ് പെറ്റൽസ് ആണ്. ഫേസിൽ ഹൈഡ്രേറ്റിംഗ്, റിഫ്രഷിംഗ്, സ്കിന്നിൽ ഒരു നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് സഹായിക്കും. അതും കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്കും നാച്ചുറൽ ആയ സ്കിൻ കെയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റോസ് പെറ്റൽസ് എല്ലാം കഴുകി വൃത്തിയാക്കി സൂര്യൻ്റെ അടിയിൽ ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1-1.5 ദിവസത്തേക്ക് ഞാൻ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു റോസ് പെറ്റൽസ്. അങ്ങനെ ട്രൈ ചെയ്തെടുത്ത റോസ് പെറ്റൽസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഫേസ് മാസ്കിൽ ഞാൻ റോസ് പെറ്റൽസ് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് റോസ് പെറ്റൽസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ തരാനും നമ്മുടെ ആക്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് റോസ് പെറ്റൽസിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ലോണം സൂത്ത് ചെയ്യാനായിട്ട് സഹായിക്കും. റെഡ്നെസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറക്കും. അതുപോലെ തന്നെ ഫേസിലുള്ള കൊളാജന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം തന്നെ കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പൗഡർ ഫോമിലായിട്ടല്ല എടുക്കുന്നത്, ഒന്ന് ക്രഷ് ചെയ്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവണം. അങ്ങനെയാണ് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഒരു ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം റോസ് പെറ്റൽസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫേസിൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം ഹണിയാണ്. ഹണി ആഡ് ചെയ്യുന്നത് നമുക്ക് ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്കിലോട്ട് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 1 ടീസ്പൂണോളം റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊന്ന് സൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ റോസ് വാട്ടർ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി നമുക്ക് എടുക്കാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് മുന്നേ ആയിട്ട് ഞാൻ ഫേസ് ഒന്നൊരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിലെ ഡേർട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മേക്കപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണമാണ് ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫേസിലും നെക്കിലും ചെവിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഫേസിൽ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്കത് ലീവ് ചെയ്യാം. 20 മിനിറ്റ്സ് കൂടുതൽ ഫേസിൽ അത് വെക്കേണ്ട. അതിനുശേഷം നമുക്ക് ഫേസ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. അങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഫീൽ സോ സോഫ്റ്റ്, ഫ്രഷ് ആൻഡ് സൂപ്പർ ഹൈഡ്രേറ്റഡ്. നിങ്ങൾക്ക് തന്നെ ആ ഒരു ഗ്ലോ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നില്ലേ? ഈ മാസ്ക് ഡൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് പെർഫെക്റ്റ് ആണ്. കാരണം ഒരു ഇൻസ്റ്റന്റ് ബൂസ്റ്റ് ഓഫ് മോയ്സ്ചർ ആണ് നമുക്ക് ഫേസിൽ തരുന്നത്. ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ എനിക്ക് കിട്ടിയിട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു രീതിയിലൊരു ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. If you guys enjoy this DIY and found it helpful, don't forget to like and give a comment. And ഇനി ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സും സ്കിൻ കെയർ ഹാക്സ് ഒക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. And let me know how it worked for you in the comments. See you guys in the next video. Bye.